പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. ആരണ്യകാണ്ഡത്തെക്കുറിച്ചാണ് നാം ഇന്നു മുതൽ ചിന്തിക്കുന്നത്. കാട്ടിലെത്തപ്പെട്ട സീതാരാമന്മാർ ലക്ഷ്മണനൊപ്പം അതുമായിട്ട് പൊരുത്തപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. 13 വർഷം കഴിയാറായി. രാമൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ എനിക്കെൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം. ഭരതനെയും ശത്രുഘ്നെയും അമ്മമാർക്കുമൊപ്പം ജീവിക്കാം. എൻ്റെ പ്രജകൾക്കൊപ്പം നല്ല ഭരണത്തെ നൽകി സന്തോഷത്തോടു കൂടി ജീവിക്കാം. ഇങ്ങനെ ചിന്തിച്ചിരിക്കെയാണ് രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ രാമനെ കണ്ടു. കണ്ട മാത്രയിൽ മോഹിച്ചു പോയി. അത്രയേറെ സുന്ദരനാണ് രാമൻ. ആ രാമനെ സ്വന്തമാക്കുവാൻ രാമനോട് ചോദിച്ചു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട്, എന്നെ കല്യാണം കഴിക്കുമോ? നമ്മുടെ പെൺമക്കൾ നോ പറയാൻ തയ്യാറാകണം, ആൺകുട്ടികൾ നോ കേൾക്കാൻ തയ്യാറാകണം എന്ന് പറയാറുണ്ട്. ഇഷ്ടമുള്ള പുരുഷനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതിൽ തെറ്റില്ല. ഇഷ്ടമുള്ള സ്ത്രീയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതിലും തെറ്റില്ല. പക്ഷെ അതിൻ്റെ മറുപടി നോ എന്നാണെങ്കിൽ അത് ഉൾക്കൊള്ളുവാനുള്ള മാനസിക ഭാവത്തെ ഉണ്ടാകണം. രാമൻ പറഞ്ഞു, ഞാൻ വിവാഹിതനാണ്, എൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്ന സീതാദേവി. ഞാൻ ഏകപത്നി വ്രതനാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും ഭവതിയെ കല്യാണം കഴിക്കാൻ കഴിയില്ല. ഞങ്ങളോട് ക്ഷമിക്കുക. എന്നാൽ എൻ്റെ അനുജനോട് ചോദിക്കാം. ഞങ്ങളുടെ അച്ഛൻ 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുജന് രണ്ടാമതൊരു കല്യാണം വേണമെങ്കിൽ രാജാക്കന്മാർ അന്നൊക്കെ നിരവധി കല്യാണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ കഴിക്കാം. ഈ സമയത്ത് ലക്ഷ്മണനോട് ചോദിക്കുന്നു. ലക്ഷ്മണൻ വളരെ മാന്യമായ മറുപടി, എൻ്റെ ഭാര്യ ഊർമിള കൊട്ടാരത്തിലാണ്, ഞാനിവിടെ കല്യാണം കഴിക്കാൻ വന്നതല്ല. എൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തി അമ്മയെയും പരിചരിക്കുവാൻ വേണ്ടി കാട്ടിലേക്ക് വന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഭവതി മടങ്ങിപ്പോകൂ. മാറി മാറി പ്രണയാഭ്യർത്ഥന വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടും രാമനും ലക്ഷ്മണനും അത് സ്വീകരിക്കാത്തതോടുകൂടി ക്രോധാകുലയാകുന്നു ശൂർപ്പണഖ. പരപുരുഷനോട് മോഹം ഉദിച്ചിട്ട് അവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഭാര്യയെ കൊല്ലുവാൻ തീരുമാനിക്കുന്ന നീചയായ രാക്ഷസി. ഇവൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് നീ എന്നെ കല്യാണം കഴിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവിയെ കൊല്ലുവാൻ വേണ്ടി പാഞ്ഞെടുക്കുന്ന രാക്ഷസിയെ കണ്ടപ്പോൾ ലക്ഷ്മണ എന്നൊരൊറ്റ വിളി വിളിച്ചു രാമൻ. രാമൻ എപ്പോൾ വിളിച്ചാലും ലക്ഷ്മണന് കാര്യം മനസ്സിലാവും. ലക്ഷ്മണൻ അവിടെ മരത്തിൽ തൂക്കിയിട്ട് അനേകം ആയുധങ്ങളിൽ നിന്ന് ഒന്ന് വലിച്ചെടുത്തു. ഒരൊറ്റ വെട്ട് വെച്ച് കൊടുത്തു. നമ്മുടെ നാട്ടിൽ മൂക്കും മുലയും ഛേദിച്ചു എന്ന് പറയും, തെറ്റ്. സ്തനം പർവ്വത സ്തനമണ്ഡലേ, അമ്മയുടെ സ്തനത്തെ പർവ്വതങ്ങളോട് ഉപമിച്ചവരാണ് നമ്മൾ. ഒരു കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമായ പാല് അമ്മയുടെ സ്തനത്തിൽ നിന്ന് നിറഞ്ഞൊഴുകി ആ കുഞ്ഞ് അത് കുടിക്കുമ്പോൾ സ്തനത്തിന് മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ലക്ഷ്മണൻ സ്തനം ഛേദിച്ചിട്ടില്ല, മൂക്കും കാതും ഛേദിക്കപ്പെട്ടു. വലിയ കാതിൻ്റെ ഉടമയായിരുന്നു ഈ രാക്ഷസി. മൂക്ക് ഛേദിക്കപ്പെട്ട രാക്ഷസി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. തൻ്റെ അർദ്ധ സഹോദരനായ ഖരൻ്റെ അരികിലെത്തിയിട്ട് പറഞ്ഞു, കാട്ടിൽ 2 യുവാക്കളും അതിസുന്ദരിയായൊരു യുവതിയുണ്ട്. കാരണങ്ങളെല്ലാം പറഞ്ഞു. ഇതാ എൻ്റെ മൂക്ക് ചെത്തിയിരിക്കുന്നു, അവരെ കൊന്നുവരൂ. ആദ്യം 7 രാക്ഷസന്മാരെ അയക്കുകയാണ്. 7 ബാണം കൊണ്ട് 7 പേരെയും രാമൻ കൊന്നു. തുടർന്ന് 14,000 രാക്ഷസന്മാർ വരികയാണ്. വൻ പട വരുന്നു ഖരൻ്റെ നേതൃത്വത്തിൽ. ഈ സമയത്ത് രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ലക്ഷ്മണ, നീ നിന്റെ ജ്യേഷ്ഠത്തി അമ്മയെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറ്റൂ. നീ പുറത്ത് കാവൽ നിൽക്കൂ. ഈ 14,000 എണ്ണത്തിനെയും ഈ രാക്ഷസവർഗത്തെ മൊത്തത്തിൽ ഞാൻ തന്നെ ഇല്ലാതാക്കുന്നതാണ്. ഇതാണ് കോൺഫിഡൻസ്, രാമൻ്റെ ആത്മവിശ്വാസം. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയ, ഭരതനെയും ശത്രുഘ്നെയും ലക്ഷ്മണനെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ, അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖിച്ച അതേ രാമൻ്റെ ക്ഷാത്രവീര്യമുണരുന്ന സന്ദർഭമാണ് ഇനി കാണാൻ പോകുന്നത്. 72 മിനിറ്റ് കൊണ്ട് 14,000 രാക്ഷസന്മാരെ കൊന്നുതള്ളി ശ്രീരാമൻ. സത്യത്തെയും ശക്തിയെയും മുറുകെ പിടിക്കുന്നവനെ ജീവിതത്തിൽ വിജയമുണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് 33 കോടി ദൈവങ്ങളെ ആരാധിക്കുമ്പോഴും ആയുധം ധരിക്കാത്ത ഒരു ദേവീ ദേവനെ കാണുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം ധർമ്മത്തിൻ്റെ വിജയത്തിന് സത്യവും ശക്തിയും ഒരുപോലെ പ്രയോജനപ്പെടുത്തണം. ഒരിക്കൽ വി.ഡി. സവർക്കർ പറയുകയുണ്ടായിട്ടുണ്ട്, ശക്തിയുടെ പിൻബലമില്ലാത്ത സത്യത്തിൻ്റെ വിജയം മുടന്തനാണ്, സത്യബോധമില്ലാത്ത ശക്തിയുടെ വിജയം മൃഗീയവുമാണ് എന്ന്. അതുകൊണ്ട്
ശക്തിയെയും സത്യത്തെയും ഒരുപോലെ ആരാധിക്കുവാൻ പഠിപ്പിച്ചു ശ്രീരാമചന്ദ്ര മഹാദേവൻ. 72 മിനിറ്റ് കൊണ്ട് 14,000 ഘർനടക്കം 14,000 രാക്ഷസ ഗണങ്ങളെ കൊന്നു തള്ളുന്നത് ലക്ഷ്മണൻ നോക്കി നിൽക്കുകയാണ്. എങ്ങനെ സാധ്യമാകുന്നു ഒരു മനുഷ്യനിത് എന്ന്. അപാരമായ സാധ്യതകളെ മൊത്തത്തിൽ പുറത്തേക്കെടുത്ത രാമൻ തൻ്റെ ശക്തി കൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കുവാനും അധർമ്മികളായിട്ടുള്ള ഈ രാക്ഷസന്മാരെയും കൊന്നു തള്ളുന്നു രാമൻ. പ്രിയമുള്ളവരെ, ശക്തിയാണ് ജീവിതം, ദുർബലത മരണമാണ്. ഇതെൻ്റെ വാക്കല്ല, വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ വാക്കാണ്. സ്ട്രെങ്ത് ഈസ് ലൈഫ്, വീക്ക്നെസ് ഈസ് ഡെത്ത് എന്നുള്ളത്. ഭാരതത്തിൻ്റെ ആരാധന എന്നും ശക്തിയായിരുന്നു. സർവശക്തനായ പരമേശ്വരനാണ്. തൃക്കണ്ണിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന കഴുത്തിൽ പമ്പിന് ചുറ്റിയ, കയ്യിൽ തൃശൂലം പിടിച്ച, ജടയിൽ ഗംഗയെ ചൂടിയ ശക്തിയുടെ പ്രതീകമാണ് പരമേശ്വരൻ. ആ മഹാദേവനെ ആരാധിക്കുന്നവരാണ് നമ്മളും രാമനും എന്നറിയണം. അതുകൊണ്ടാണ് ബുദ്ധൻ ഒരു ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു, 1000 വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചു എന്ന് സ്വാമിജിക്ക് പറയേണ്ടി വന്നത്. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറിയപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി. കലിംഗ യുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു. ഇവരൊരു തെറ്റു ചെയ്തു, ഇവരൊരു അബദ്ധം കാണിച്ചു. രാജാധികാരം ഉപേക്ഷിക്കാതെ സൈന്യത്തെ പിരിച്ചുവിട്ടു. എന്തിന് രാജ്യത്ത് സൈന്യം, എന്തിനായുധങ്ങൾ? ആയുധങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. സൈന്യമില്ലാത്ത രാജ്യം, ആയുധമില്ലാത്ത രാജ്യം, അവിടെയാണ് ഗസ്നിയും ഗോറിയും ഗിൽജിയും കയറി കളിച്ചത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഗാന്ധാരദേശം അഫ്ഗാനിസ്ഥാൻ, പാഞ്ചാലദേശം പാകിസ്ഥാൻ, മ്യാൻമാർ വരെയുള്ള 2500 കിലോമീറ്ററോളം ഭൂഭാഗങ്ങൾ ഭാരതത്തിന് നഷ്ടമായത്. എങ്ങനെയാണ്? ബുദ്ധമതത്തിൻ്റെ ആധിക്യം അഹിംസാവാദത്തെ തെറ്റായിട്ട് മനസ്സിലാക്കി പ്രചരിപ്പിച്ചു. അവർ മാസ്ക് ധരിച്ചു, വല്ല പ്രാണിയും മൂക്കിൽ കയറിയിട്ട് ചത്തുപോകാതിരിക്കാൻ. അവർ തൂത്തുവൃത്തിയാക്കി നടക്കാൻ തുടങ്ങി, ഉറുമ്പ് ചത്തുപോകാതിരിക്കാൻ. ഹിംസകൾ രണ്ടുണ്ട്, അവശ്യ ഹിംസയും അനാവശ്യ ഹിംസയും. നമ്മൾ ശ്വാസം കഴിക്കുമ്പോൾ അനേകം പ്രാണികൾ മൂക്കിൽ കയറി ചത്തുപോകാറുണ്ട്, അത് അവശ്യ ഹിംസയാണ്. നടന്നു പോകുമ്പോൾ ഒരുപാട് ജീവികളും ഉറുമ്പുകളും ചത്തുപോകാറുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് അവശ്യ ഹിംസയാണെന്നറിയണം. അനാവശ്യ ഹിംസയുണ്ട്. ഭാരതം എന്നും എതിർത്തത് അനാവശ്യ ഹിംസയായിരുന്നു. അതുകൊണ്ടാണ് ഭാരതം ഒരിക്കലും മതം പ്രചരിപ്പിക്കുവാൻ ഒരാളെയും കൊന്നിട്ടില്ല, ഒരു രാജ്യത്തെയും ആക്രമിച്ചതുമില്ല. പക്ഷേ ശ്രീരാമചന്ദ്രൻ നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തിയാണ്. ആരെയും തോൽപ്പിക്കുവാനുള്ള കരുത്തല്ല, ഇങ്ങോട്ട് വന്ന ഒരുത്തിനെയും വെറുതെ വിടാതിരിക്കുവാനുള്ള കരുത്ത്. 14,000 രാക്ഷസന്മാർ ഇങ്ങോട്ട് വന്നതാണ്. ശൂർപ്പണഖ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചതാണ്. അതുതന്നെയാണ് ഭാരതവും ഇന്നും പഠിപ്പിക്കുന്നത്. 26 ഭാരതീയരെ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ അറിയാത്തത് കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നവർ വെടിവെച്ച് കൊന്നപ്പോൾ ആ ഭീകര കേന്ദ്രത്തെ നിശേഷമില്ലാതാക്കി നമ്മുടെ മോദി ഗവൺമെന്റ്. വീണ്ടും ഇങ്ങോട്ട് കളിക്കാൻ വന്നപ്പോൾ ബ്രഹ്മോസ് അയച്ചുകൊണ്ട് 11 വ്യോമസേന താവളങ്ങളെ ഇല്ലാതാക്കിയതോടുകൂടി 88 മണിക്കൂർ ഭാരതത്തിൻ്റെ സമ്പൂർണ്ണ വിജയവും പാകിസ്ഥാന്റെ സമ്പൂർണ്ണ പരാജയവുമായിരുന്നു. കാരണം നമ്മളായിട്ട് അങ്ങോട്ട് കയറി കളിച്ചതല്ല. എന്നാൽ ഇങ്ങോട്ട് വന്നാൽ, നിന്റെ അധർമ്മവുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഒരുത്തനും തിരിച്ചു പോകില്ല എന്ന സന്ദേശം ത്രേതായുഗത്തിൽ രാമൻ പഠിപ്പിച്ചതാണ് എന്ന് നാം അറിയണം. ആ സന്ദേശത്തെ ഇന്നും വഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ദുർഗാദേവിയെ ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി, 10 കൈകളിൽ ആയുധം ധരിച്ചവളാണ് ദുർഗ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശക്തി സ്വരൂപിണിയായിട്ട് ദുർഗയെ ആരാധിക്കുമ്പോൾ ആയുധ പൂജ നവരാത്രി നാളിൽ നടത്തുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. ശക്തിയുടെ പിൻബലമില്ലാത്ത ഒരു സത്യവും ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഗ്രീക്കും റോമും ഈജിപ്തും മെസൊപ്പൊട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം മഹത്തരമായിരുന്നു. എന്നാൽ മതവെറിയുടെ പടയോട്ടത്തിൽ തകർന്നടിഞ്ഞു പോയിട്ട് മതാധിഷ്ഠിത രാജ്യങ്ങളായി മാറിയെന്നത്
ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷക്കാലത്തെ നിരന്തര വൈദേശിക ആക്രമണത്തിനു ശേഷവും നിങ്ങളും ഞാനും ഭാരതീയരായി, ഹിന്ദുക്കളായി, രാമനെയും കൃഷ്ണനെയും ആരാധിക്കുന്നവരായി, നമസ്തേ പറഞ്ഞുകൊണ്ട്, ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു എങ്കിൽ സത്യം കൊണ്ടും ശക്തി കൊണ്ടും ഈ ധർമ്മത്തെ, സംസ്കാരത്തെ സംരക്ഷിച്ച ഒരു നാടുണ്ട്. ആ നാടിൻ്റെ പേരാണ് രാമരാജ്യം എന്നറിയണം. ആ രാമനാണ് എന്നും നമുക്ക് വഴികാട്ടി. ശക്തിയാണ് ജീവിതം, ദുർബലത മരണമാണെന്ന് വീണ്ടും വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു രാമനെങ്കിൽ ശൂർപ്പണഖയുടെ മൂക്കുചെത്തിയ വിഷയമായി ബന്ധപ്പെട്ട് രാമനെയും ലക്ഷ്മണനെയും സീതയെയും കൊല്ലുവാൻ വന്ന 14,000 രാക്ഷസന്മാരെ, ഖർനടക്കമുള്ളവരെ 72 മിനിറ്റ് കൊണ്ട് കൊന്നു തള്ളുവാൻ കഴിഞ്ഞതോടുകൂടി ഒരു രക്ഷയും തനിക്കില്ലെന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഖ തൻ്റെ സഹോദരനായ രാവണൻ്റെ അരികിലെത്തുന്നതോടുകൂടി ആരണ്യകാണ്ഡത്തിൻ്റെ, രാമായണത്തിൻ്റെ ഘട്ടം മാറുകയാണ്. രാവണൻ്റെ രംഗപ്രവേശം ഉണ്ടാവുകയാണ്. ആരാണ് രാവണൻ? എന്താണ് രാവണൻ? നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ.